السلام عليكم ورحمة الله تعالى وبركاته. إن أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الصلاة تنهى عن الفحشاء والمنكر. صدق الله العظيم. ഏറ്റവും സ്നേഹാദരം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മുടെ SKSSF വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മുടെ SKSSF മീഡിയ ഗ്രൂപ്പ് മാഷാ അല്ലാഹ് നല്ല നിലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. തൻബീഹ് പ്രോഗ്രാമുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഏതായാലും മുൻ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വുളൂഇന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചൊക്കെ. നാം വുളൂ ചെയ്തിട്ട് നല്ല കാമിലായ പരിപൂർണമായ വുളൂ ചെയ്തിട്ട് പള്ളിയിലേക്ക് നടക്കുന്ന ആ നടത്തം, വകുല്ലു ഖുതുവത്തിൻ സ്വദഖ ശഫീഉനാ റസൂലുള്ളാഹി. പള്ളിയിലേക്കുള്ള ഓരോ നടത്തവും അത് സ്വതക്കയാണ്. വുളൂ ചെയ്തിട്ട് പള്ളിയിലേക്ക് അവൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അവന്റെ നടത്തത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദോഷങ്ങൾ ഇങ്ങനെ പുറത്തു കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ നാം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ അഥവാ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ പഠിപ്പിച്ച ചര്യകൾ. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാല് വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതി എന്ന ദിക്ർ ചൊല്ലുക. അറിയാത്തവർ പഠിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതി എന്ന് ചൊല്ലി വലത് കാല് വെച്ച് പള്ളിയിലേക്ക് പ്രവേശിച്ച് നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല. ഇത് നമുക്ക് ലഭിക്കുന്ന ഓഫറാണ്. നാം ഇഅ്തികാഫിനെ നിയത്ത് വെച്ച് പള്ളിയിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഓഫർ നാം ഒരിക്കലും പാഴാക്കിക്കൂടാ, മറന്നുപോകരുത്. പള്ളിയിലേക്ക് എപ്പോൾ പ്രവേശിച്ചാലും ഇഅ്തികാഫിനെ നിയത്ത് വെക്കണം. നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല. അതുപോലെ തന്നെ യാ റസൂലുള്ളാഹി തങ്ങൾ വളരെ ഊന്നി പറഞ്ഞ കാര്യമാണ് പള്ളിയിലേക്ക് എത്തിയാൽ തഹിയ്യത്ത് നിസ്കരിക്കുന്ന കാര്യം. ഏത് സമയത്ത് എപ്പോഴെത്തിയാലും പള്ളിയിൽ പ്രവേശിച്ച ഉടനെയുള്ള നിസ്കാരം തഹിയ്യത്തിന്റെ 2 റക്അത്ത് നിസ്കാരം. ആ തഹിയ്യത്തിന്റെ 2 റക്അത്ത് നിസ്കാരം തഹിയ്യത്തിന്റെ നിയത്ത് വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക. എന്നിട്ട് ജമാഅത്തിനായിട്ട് നാം പ്രതീക്ഷിച്ച് നിൽക്കണം. നാം ഇഖാമത്ത് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് ഓടുന്ന സ്വഭാവമല്ല വേണ്ടത്. ഞാനടക്കമുള്ള എന്നോടും നിങ്ങളോടും ഉപദേശിക്കാനുള്ളത്, നമുക്ക് പള്ളിയിലേക്ക് ഒരല്പം നേരത്തെ പോയി നിസ്കാരത്തിന് ഇന്തിളാർ സ്വലാഹ്, നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കൽ, വെയിറ്റ് ചെയ്യൽ, അത് വളരെ ശ്രേഷ്ഠമുള്ളതാണ്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ അധികം ഹദീസിലൂടെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആദ്യം അവൽ സ്വഫ്, ആദ്യത്തെ സ്വഫ് ഏറ്റവും ശ്രേഷ്ഠത. അതിൽ തന്നെ വലതുഭാഗം അത് വളരെ പുണ്യം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്വഫയുടെ ഭാഗം. അങ്ങനെ നിസ്കാരത്തിന്റെ ജമാഅത്ത് നടക്കുമ്പോഴുള്ള പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ പ്രകാരം തന്നെയാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കൈ രണ്ടും ചുമലുകൾക്ക് നേരെ ഉയർത്തണം. ചില ആളുകൾ കൈകൾ കെട്ടുന്നത് തന്നെ അറിയുന്നുണ്ടാവില്ല, കെട്ടി എന്ന് തന്നെ അറിയില്ല. കാരണം കൈ രണ്ടും പൊക്കാത്തവരുണ്ട്. അങ്ങനെയല്ല, ചുമലുകൾക്ക് നേരെ പൊക്കിയിട്ട് 2 ഇരു കൈകളും ചുമലുകൾക്ക് നേരെ പൊക്കി അവൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. അതേ പ്രകാരം തന്നെയാണ് നിസ്കാരത്തിൽ ഊന്നി പറഞ്ഞ എല്ലാ സുന്നത്തുകളും 3 പ്രാവശ്യമുള്ള ദിക്റുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ അതേ പ്രകാരം തന്നെയാണ്. പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദരന്മാരെ, നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വസ്ത്രം നെരിയാണിക്ക് കീഴ്പോട്ട് വരാൻ പാടില്ല. നമ്മുടെ വസ്ത്രങ്ങൾ നെരിയാണിക്ക് കീഴ്പോട്ടുണ്ടെങ്കിൽ അത്
അത് നാം മാറ്റണം. ആ പരിപാടി, ആ ഒരു രീതി നാം മാറ്റേണ്ടതാണ്. കാരണം നിര്യാണിക്ക് താഴ്പോട്ട് തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിലാവട്ടെ ഏതവസരത്തിലാവട്ടെ നിര്യാണിക്ക് താഴ്പോട്ട് കീഴ്പോട്ട് വസ്ത്രം ധരിക്കൽ അത് നരകത്തിലാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിസ്കാരത്തിൽ ഒരിക്കൽ ഒരു സ്വഹാബി വരുന്നതാ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സ്വഹാബി വര്യന്റെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം സലാം വീട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അല്ലയോ സ്വഹാബി, അല്ലയോ മനുഷ്യ, നിങ്ങൾ വീണ്ടും നിസ്കരിക്കുക. കാരണം നിങ്ങളുടെ തുടി നിര്യാണിക്ക് കീഴ്പോട്ടായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്വഹാബി വര്യനെ വീണ്ടും നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. തന്റെ വസ്ത്രം നിര്യാണിക്ക് കീഴ്പോട്ട് ആയത് കാരണത്താൽ. അതുകൊണ്ട് ഇത് ഹദീസ് സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി നാം ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ നമസ്കരിക്കാനും അമലുകൾ ചെയ്യാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി